നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആരാണ് യഥാർത്ഥ സഹായകർ? ആരൊക്കെയാണ് നമുക്ക് സഹായകർ എന്ന് വിശേഷിപ്പിക്കാനാകുക? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. നല്ലൊരു തുക പലിശ നൽകാമെന്ന വാഗ്ദാനവുമായാണ് അയാളെ തേടി ആ നാട്ടിലെ വ്യാപാരി എത്തിയത്. മകളുടെ വിവാഹാവശ്യത്തിനായി വെച്ച തുക അയാൾ വ്യാപാരിക്ക് നൽകുകയും ചെയ്തു. വിവാഹ സമയത്ത് പലിശയടക്കം തിരിച്ചു തരാമെന്ന് വ്യാപാരി വാക്കു നൽകുകയും ചെയ്തു. വിവാഹ സമയമെത്തിയപ്പോൾ അയാൾ വ്യാപാരിയെ ചെന്നു കണ്ടു. പക്ഷേ വ്യാപാരി അയാളെ കണ്ടഭാവം നടിച്ചില്ല. അയാൾ പരാതിയുമായി രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് പറഞ്ഞു, നാളെ ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാം. നിങ്ങൾ ആ ഗ്രാമാതിർത്തിയിൽ എന്നെ കാത്തു നിൽക്കണം. തന്നെ കാത്തുനിന്ന അയാളെ തന്നോടൊപ്പം കുതിരവണ്ടിയിൽ കയറ്റി രാജാവ് വ്യാപാരിയുടെ കടയ്ക്ക് മുന്നിലൂടെ യാത്ര ചെയ്തു. ഇതുകണ്ട വ്യാപാരി വിചാരിച്ചു, ഇയാൾക്ക് രാജാവുമായി അടുത്ത ബന്ധമുണ്ട്. പിറ്റേ ദിവസം തന്നെ വ്യാപാരി പലിശ സഹിതം പണം അയാൾക്ക് തിരിച്ചു നൽകി. അയാൾ രാജാവിന് നന്ദിയും പറഞ്ഞു. നന്മ അസ്തിത്വത്തിൽ തന്നെ ഉണ്ടാകണം. നന്മ ചമയമായി കൊണ്ടു നടക്കുന്നവർ നിവർത്തികേട് കൊണ്ടോ വരുംകാല പ്രയോജനങ്ങൾ മുന്നിൽ കണ്ടോ മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത്. അകക്കാമ്പിൽ സുഹൃതമുള്ളവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് നല്ലത് മാത്രമായിരിക്കും. സഹായം ഏറ്റുവാങ്ങുന്നവർ പോലും അറിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നവരാണ് യഥാർത്ഥ സഹായകർ. തെളിവില്ലാത്ത നന്മകൾ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കാൻ നമുക്കും സാധിക്കട്ടെ. ശുഭദിനം.